നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഒരിക്കൽ കൂടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനായിട്ടുള്ള അവസരം നമുക്ക് വന്നു ചേരുകയാണ്. നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ അളവനുസരിച്ച് ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു പെരുന്നാളിൽ നാം സംബന്ധിക്കുക എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചും സഭയുടെ ആരാധനാ സംവിധാനത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതായ ഒരു വസ്തുതയാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ സഭയിൽ അനുഗ്രഹീതമായി ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷ നിർവഹിച്ച് ശരീരപ്രകാരം കടന്നുപോയ തിരുമേനിയുടെ ജീവിതം പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇന്ന് നിലനിൽക്കുന്നവരിലൂടെയും അതുപോലെ തന്നെ സഭാമക്കൾ എല്ലാവരിലൂടെയും ഈ തലമുറയിൽ വളരെ ശക്തമായി അനുഗ്രഹകരമായ നിലയിൽ അവതരിപ്പിക്കുവാനായിട്ട് ഒരു വലിയ നിയോഗം കൂടെയാണ് ഈ പെരുന്നാൾ ആഘോഷത്തിൽ നമുക്കുള്ളത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്കിടയാകട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിത ദർശനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് ഒരു പെരുന്നാൾ ആഘോഷം മുഖാന്തരമായിട്ട് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ പെരുന്നാളിൽ മാത്രമല്ല മറ്റ് സന്ദർഭങ്ങളിലും ഈ ദൈവാലയത്തിൽ തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അടുത്തു വരുന്നവരാണ്. സഭ അതിൻ്റെ ആരാധനാ സംവിധാനത്തിൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ശരിയായൊരു ദർശനത്തിലേക്ക് നമുക്ക് ഏവർക്കും അടുത്തു വരുവാനായിട്ട് കഴിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു അനിവാര്യതയാണ്. പലപ്പോഴും ഇന്നത്തെ മധ്യസ്ഥത അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചില കാര്യസാധ്യങ്ങളുടെ മാത്രം ഒരു സമീപനമാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലായിരുന്നാലും പരിമലത്തിനുവേണ്ട മധ്യസ്ഥതയിലായിരുന്നാലും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിലായിരുന്നാലും ഒക്കെ താൽക്കാലിക ജീവിതത്തിൻ്റെ ചില കാര്യസാധ്യതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമീപനമാണോ എന്ന് പലപ്പോഴും നമ്മുടെ നടപടികൾ കൊണ്ട് ചിന്തിച്ചു പോകുവാനായിട്ട് ഇടയാകാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറെ കൂടെ വ്യത്യസ്തമായി ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കാളിയായ പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുമ്പോൾ ആ ഒരു നല്ല ദർശനത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള ഒരു വലിയ ഉൾവിളി ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത് കൊണ്ട്, തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു അനിവാര്യതയാണ്. ആ ഒരു ചെറിയ ചിന്ത നമ്മുടെ ബോധ്യത്തിൽ വരുവാനായിട്ട് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വയ്ക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 1:18 ഇപ്രകാരം പറയുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയും ആകുന്നു. നമുക്കേറെ താല്പര്യമുള്ളൊരു വാക്ക് ഇതിനകത്തുള്ളത് വചനം എന്ന് പറയുന്നതാണ്. കുരിശതിൻ്റെ അന്തസത്തയിൽ അല്ലെങ്കിലും കുരിശ് നമുക്ക് വളരെ ആദരവുള്ളൊരു സാധനമാണ്. പക്ഷെ കുരിശിന്റെ വചനം എന്ന് വരുമ്പോൾ ഏറെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണത്. ഇന്ന് വചനത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ, വചനമെന്ന വാക്കിനോട് അനുരൂപപ്പെടുവാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സഭയുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ വചനമെന്ന വാക്കിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന, അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് വേദപുസ്തകം വായിച്ചതിൻ്റെ ആശയങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വചനമെന്ന വാക്ക് തന്നെ ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു അന്തസ്സത്ത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടിടത്തും വേണ്ടാത്തതുമൊക്കെ ഈ വചനമെന്ന വാക്ക് ഉപയോഗിച്ച്, അതുകൊണ്ട് വേദപുസ്തകത്തെ പരാമർശിക്കുമ്പോൾ തിരുവചനമെന്ന് പറയുന്നതാണ് കാലികമായി ഏറെ പ്രസക്തമായിട്ടുള്ളതെന്ന്. ഈ ക്രൂശിന്റെ വചനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സർവ സൃഷ്ടിയുടെയും രക്ഷയെ സംബന്ധിച്ചുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ശൈലിയാണ്. ക്രിസ്തുവിൽ ലോകത്തിന് ലഭ്യമായ രക്ഷയെ സംബന്ധിച്ചുള്ള സന്ദേശം, അതാണ് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. കുരിശ് എന്ന് പറയുന്നത് നമുക്കേറെ സന്തോഷം നൽകുന്ന, ധൈര്യം നൽകുന്ന, കൂടെ കൊണ്ട് നടക്കാൻ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
എനിക്ക് തോന്നുന്നു വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ നമുക്കുള്ള മനോഭാവവും കുരിശ് ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്കുള്ള മനോഭാവവും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. കുരിശ് കൂടെ കൊണ്ടു നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യത്തിന്റെ ഭാവം, വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ ചിലതൊക്കെ നമ്മൾ ആർജിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ സംതൃപ്തി, ഇതൊക്കെ ഏതാണ്ട് ഒരുമിച്ച് പോകുമ്പോഴാണ്. എന്നാൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോഴും കുരിശ് ജീവിതത്തിൽ ശരിയായ നിലയിൽ അർത്ഥവത്തായി കൊണ്ടു നടക്കുമ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്നതായ ശരിയായ ബോധ്യം ചില നഷ്ടങ്ങളുടെ അനുഭവമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. സാധാരണയായി കുരിശ് എന്ന് പറയുന്നത് ലാഭത്തിന്റെ കണക്കാണ്. അതാണ് ധൈര്യം നൽകുന്ന, പിടിച്ചു നിൽക്കാൻ ശേഷി നൽകുന്ന, അങ്ങനെയുള്ള. അതുകൊണ്ടാണല്ലോ കൊള്ളിയാൻ മിന്നുമ്പോൾ നമ്മൾ നല്ലതുപോലൊരു കുരിശ് വരയ്ക്കുന്നത്. അല്ലാത്ത സമയത്ത് കൗമ ചൊല്ലുമ്പോൾ നേരെ കുരിശ് വരയ്ക്കാത്തവര്, നെഞ്ചത്ത് 2 കുത്തുന്നവൻ നല്ലൊരു കൊള്ളിയാൻ മിന്നുമ്പോൾ നല്ല ഭംഗിയായിട്ടൊരു കുരിശ് വരയ്ക്കും. കുരിശ് വരച്ചാലും ഇല്ലെങ്കിലും പോകേണ്ടതാണ് സമയത്ത് പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ധൈര്യം വരുത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. കൗമ ചൊല്ലി കുമ്പിടുന്ന സമയത്ത് ശരിയായ ദീർഘകായമായ ഒരു കുരിശ് വരയ്ക്കാൻ അറിയാത്തവൻ നല്ലൊരു കൊള്ളിയാൻ മിന്നിയാൽ കുരിശ് വരയ്ക്കും, ഭംഗിയായിട്ടൊരു കുരിശ് വരയ്ക്കും, അറിയാതെ കുരിശ് വരയ്ക്കും. കാരണം എന്താണ്? ഉണ്ടാകുന്ന ഈ പേടിയിൽ നിന്ന് നമുക്ക് വളരെ ശക്തമായ സംരക്ഷണം നൽകുന്ന ഒന്നാണ് ഈ കുരിശ് എന്നൊരു ബോധ്യത്തോടു കൂടെയാണ് അറിയാതെ തന്നെ നാം കുരിശ് വരച്ചു പോകുന്നത്. അപ്പൊ ഈ കുരിശിനെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോഴും പരിമല തിരുമേനിയുടെ കബറിങ്കിൽ മധ്യസ്ഥതയ്ക്കായി നാം കടന്നു വരുമ്പോഴും ആ മധ്യസ്ഥതയിലൂടെ നാം ആഗ്രഹിക്കുന്നവ ആർജിക്കുമ്പോഴുമൊക്കെ നമുക്ക് മനസ്സിനുണ്ടാകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു മറുവശത്തെ കാണാനായിട്ട് ഈ വാക്യത്തിന്റെ ഒരു ചിന്ത നമുക്ക് പ്രയോജനപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുരിശ് എന്ന് പറയുന്നത് ഇറ്റ് സിംബിളൈസസ് ദ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയും. സാർവത്രിക രക്ഷയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കുരിശ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സഭ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, അവരുടെ കിരീടം എന്ന് പറയുന്നത് കുരിശാണ്. സാധാരണ വിവാഹോദാശയിൽ ഞാൻ പറയാറുണ്ട്, ഈ കുരിശ് ഭാര്യ ഭർത്താക്കന്മാർക്ക് കിരീടമായി നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, അവർ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കണം, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണം. അതേ സമയത്ത് തന്നെ അനുദിന ജീവിതത്തിൽ അവരുമായി ഇടപെടുന്ന ഓരോ വ്യക്തിയുടെയും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി പ്രവർത്തിപ്പാൻ അവർ കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം, പ്രചോദനം അവർക്ക് നൽകുന്നതിനാണ് ഈ കുരിശ് കിരീടമായിട്ട് അവർക്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അവനവന്റെ ജീവിതത്തിന്റെ സംരക്ഷ മാത്രമല്ല, ദൈവ പദ്ധതിയിൽ അനുഗ്രഹകരമായ പങ്കാളിത്തം ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈ കുരിശ് ഉപകരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ പരിമല തിരുമേനിയുടെ കബറെങ്കിൽ വരെ നമ്മെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ടാണ് വരുന്നത്. നമ്മൾ പൗലോസ്ലീഹായുടെ ജീവിതം പരിശോധിച്ചാല് പൗലോസ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത് നമുക്ക് ഏറെ താല്പര്യമുള്ള കാര്യമാണ്. വിജാതീയരുടെ അപ്പോസ്തലനാണ്. സഭയ്ക്ക് വേണ്ടി പിതാക്കന്മാര് പൗലോസിനെ കണ്ടിരിക്കുന്നത് സഭയുടെ ശില്പി എന്നാണ്. സഭയുടെ ശില്പിയായ പൗലോസ് എന്നാണ് പൗലോസിനെ വിളിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സഭയെ സ്ഥാപിച്ച് സഭയ്ക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടയാളാണ് പൗലോസ്ലീഹ. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വിശുദ്ധ സഭയുടെ ശില്പിയാണ്. ഈ ശില്പിയായ പൗലോസിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടാൻ നമുക്ക് ഏറെ താല്പര്യമുള്ളവരാണ്. ഈ പൗലോസ്ലീഹയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹം 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു നിമിത്തം ഞാൻ സകലവും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എന്തൊക്കെയാ ഛേദമെന്ന് എണ്ണിയെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ജഡത്തിൽ അഭിമാനിക്കാൻ ആർക്കെങ്കിലും വകയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന എനിക്കാണെന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് ഒത്തിരി ധാരാളം കാര്യങ്ങൾ താൻ നിരത്തി വയ്ക്കുന്നുണ്ട്. ഇസ്രായേൽക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, അടിസ്ഥാനപരമായി തന്നെ ഞാൻ പരീശനാണ്, അനിന്യനായി ന്യായപ്രമാണം ആചരിക്കുന്നവനാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ജഡത്തിൽ അവനവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അഭിമാനിക്കാൻ കഴിയുമെങ്കിൽ മറ്റാരേക്കാൾ കൂടുതലായി അഭിമാനിക്കാൻ കഴിയുന്നവനാണ് ഞാൻ എന്ന് പറയുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പക്ഷേ ക്രിസ്തു നിമിത്തം ഞാൻ ഇവയൊക്കെയും ഛേദമെന്ന്, നഷ്ടമെന്ന്, വേണ്ട എന്ന് എണ്ണിയിരിക്കുന്നു എന്ന് പറയുകയാണ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും ഇന്ന് പൗലോസിന്റെ മധ്യസ്ഥതയിൽ വേണ്ട എന്ന് പൗലോസ് വെച്ചതൊക്കെ സ്വീകരിപ്പാനായിട്ട് പൗലോസിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നവരാണ് നാം. പരിമലത്തിനുമേൽ തന്റെ ജീവിതയാത്രയിൽ തനിക്ക് വേണ്ട എന്ന് വെച്ചതൊക്കെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത കൊണ്ട് നമുക്ക് ലഭിക്കുവാനായി മധ്യസ്ഥത അർപ്പിക്കുന്നവരാണ് നാം. ഇവിടെയാണ് ആത്മീയതയുടെ വൈരുദ്ധ്യമെന്ന് ഞാൻ പറയുന്നത്. പരിമലത്തിനുമേലൂടെ മധ്യസ്ഥതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, ധൈര്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് അദ്ദേഹം ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ച പലതും വേണ്ട എന്ന് വെക്കുവാനുള്ള ആർജവത്വം ഉണ്ടാവുന്നില്ല. ജീവിതയാത്രയിൽ അദ്ദേഹം വേണ്ട എന്ന് വെച്ച അനേക കാര്യങ്ങളുടെ പട്ടിക പരിശോധിച്ചിട്ട് അവയൊക്കെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത കൊണ്ട് എനിക്ക് തന്നേരെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ കബറിങ്കൽ വരുന്നത്. ഇവിടെയാണ് ജീവിതത്തിന്റെ വൈരുദ്ധ്യം. കുരിശ് നമുക്ക് ശക്തമായ ഒരു ബലമായി നിൽക്കുമ്പോൾ അനേകരെ ബലപ്പെടുത്തുവാൻ, അതിനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. കുരിശ് കിരീടമായി കിട്ടി കുടുംബജീവൻ നയിക്കുന്നവർക്ക് ഈ കുരിശ് അവരുടെ ജീവിതത്തിന്റെ ബലമായിരിക്കുന്നത് പോലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകരെ ബലപ്പെടുത്തുവാനായി ഈ കുരിശിനെ ഉപയോഗപ്പെടുത്തുവാൻ പലപ്പോഴും കഴിയുന്നില്ല. ആ ദർശനത്തിലേക്ക് വളരുവാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? അതുകൊണ്ട് കുരിശെന്ന് പറയുന്ന അടിസ്ഥാനപരമായി നമ്മുടെ ധൈര്യമായിരിക്കുന്നുവെങ്കിൽ വീണു പോകാൻ സാധ്യതയുള്ള അനേകരെ ധൈര്യപ്പെടുത്തുവാൻ ഈ കുരിശ് ധൈര്യമായി സ്വീകരിക്കാൻ നമുക്കിടയാകേണ്ടതാണ്. ഈ വാക്യത്തിൽ പറയുന്നു കുരിശിന്റെ വചനം എന്ന് പറയുകയാണ്. പൗലോസ്ലീഹ ഈ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൊരിന്ത്യർ ലേഖനം എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തേത്, ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ ഒരു ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ട്. ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാണ്, മറ്റു ചിലർ പറയുന്നു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരാണ്, വേറെ ചിലർ പറയുന്നു ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരാണ്, ഒരു കൂട്ടർ പറഞ്ഞ് ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. അപ്പൊ അങ്ങനെ വിഭാഗീയത നിലനിന്ന കൊരിന്ത്യ സഭയിൽ ഈ വിഭാഗീയത ഒരിക്കലും സഭയ്ക്ക് ഭൂഷണമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നതിന്റെ ഒരു കാരണം. ആത്യന്തികമായി നിങ്ങളെ ദൈവകൃപയിൽ ചേർത്ത് വയ്ക്കുന്നത് പൗലോസ് അല്ല. പൗലോസ് അതിന് മുഖാന്തരം മാത്രമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ് സഭ. അതുകൊണ്ട് സഭയിൽ ഒരു വിഭാഗീയതയും പാടില്ല എന്ന് കൊരിന്ത്യ സഭയെ ബോധ്യപ്പെടുത്താൻ, ആധുനിക സഭയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പൗലോസ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പൗലോസിനോട് കൊരിന്ത്യർ ഒരു കത്തെഴുതി ചില കാര്യങ്ങളൊക്കെ സംശയം നിവാരണത്തിനായി ചോദിക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ പറയുന്നത്, നിങ്ങൾ എന്നോട് എഴുതി ചോദിച്ച സംഗതികളെ കുറിച്ച് എന്റെ മറുപടി എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കൊരിന്ത്യ സഭ പൗലോസിന് ഒരു കത്തയച്ചു ചില വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട്. അതിന് പൗലോസിന്റെ മറുപടിയാണ് ഈ കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. 1-ാമത്തെ കാര്യം, ജീവിതത്തിൽ വിഭാഗികത ആവശ്യമില്ല, സാധ്യമല്ല, അത് നശീകരണം ഉണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതിയത്. 2-ാമത്തെ ഒരു കാര്യം, ജീവിതത്തിൽ വിശ്വാസത്തിന്റെ സ്ഥിരത അത് അനിവാര്യമായൊരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കുരിശ് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് വിഭാഗികത ഉണ്ടാകുന്നത്? വിഭാഗികത സ്വാഭാവികമായ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാനെന്ന് പറയുന്ന ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര നിർവഹിക്കപ്പെടുമ്പോഴാണ്. എന്നിലേക്ക് തന്നെ ഒരു മടക്കയാത്ര, ഞാൻ മാത്രം എന്ന് പറയുന്നതിലേക്ക് ഒരു മടക്കയാത്ര നമ്മുടെ ജീവിതത്തിന്റെ ദർശനമാകുന്നിടത്താണ് ഈ പറയുന്ന കുരിശ് അന്വർത്ഥമാകാതെ പോകുന്നത്. നമുക്കറിയാമല്ലോ, കുരിശെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നതിനെ ക്രോസ് ചെയ്യുന്ന, ഞാനെന്ന് പറയുന്നതിനെ വെട്ടിക്കളയുന്നതാണ് കുരിശ്. മാമോദിസയിൽ അനേക ആവർത്തി നമ്മുടെ തിരുനെറ്റിക്ക് ഈ കുരിശ് വരയ്ക്കപ്പെട്ടതാണ്. ഞാനെന്ന് പറയുന്ന ഭാവത്തെ ശാരീരിക ജീവിതത്തിൽ മനുഷ്യൻ വളരെ അമൂല്യമായി കാണുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ, ക്രിസ്തുവിന്റെ പദ്ധതിയിൽ മറ്റുള്ളവന് വേണ്ടി ചിലതൊക്കെ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മുടെ മനോബോധത്തെ ശരിയായ നിലയിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ കുരിശെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നിൽക്കുന്നത്. അപ്പൊ ഞാനെന്ന് പറയുന്നതിലേക്ക് മാത്രം ഞാൻ മാറിപ്പോയാൽ മറ്റുള്ളവരിൽ നകലം പാലിക്കുന്ന വിഭാഗികതയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. അതില്ലാതായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടാണ്
അടിസ്ഥാനപരമായി ഈ കുരിശ് നമുക്ക് മുഖാന്തരമാകേണ്ടത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് കുരിശിന്റെ വചനമെന്ന് പറയുന്നത് സാർവത്രിക രക്ഷയുടെ ഒരു വിഷയമാണ്, ദൈവനീതിയുടെ ഒരു വിഷയമാണ്. സാർവത്രിക രക്ഷയുടെ വിഷയമാണ്, ദൈവനീതിയുടെ വിഷയമാണ് കുരിശ് എന്ന് പറയുന്നു. ഇതിന്റെ വചനം പിതാക്കന്മാരുടെ നല്ല മാതൃകയിൽ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് നാം ഏവരും ദൈവസന്നിധിയിൽ ഇപ്പോഴായിരിക്കുന്നത്. പ്രത്യേകിച്ച് പരിമല തിരുമേനിയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് കുരിശിന്റെ വചനം അനുഗ്രഹകരമായ നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു വസ്തുത, ക്രൂസിന്റെ വചനം ചിലർക്കൊക്കെ ഭോഷത്വമാണ്. ആർക്കാണ് ഭോഷത്വം? നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. കുരിശിന്റെ വചനം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടും നമുക്കാകട്ടെ ദൈവശക്തിയാണ്. കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തി. മശിഹാ തമ്പുരാൻ കുരിശിൽ കയറി എന്നുള്ളതാണ് കുരിശേറെ പ്രസക്തമാകുന്ന ഒരു വസ്തുതയെന്ന് നമുക്കറിയാം. ഈ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര പദ്ധതികളെ മുഴുവനായി നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് ജീവിതത്തിൽ സ്വീകരിച്ചതായ അനുഭവങ്ങളെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുകയാണ്: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഏറെ മനോഹരമായൊരു വേദഭാഗമാണിത്. ഈ ക്രൂസിന്റെ വചനം സാർവത്രിക രക്ഷയുടെ അനുഭവമായി ക്രിസ്തു മാറ്റുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ദർശനം എന്തായിരുന്നുവെന്ന് വളരെ കൃത്യമായി വേദപുസ്തകം വരച്ചു കാണിക്കുകയാണ് പൗലോസിലൂടെ. അവിടെ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം, 3 കാര്യങ്ങൾ പറയുകയാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തിന്റെ ഭോഷത്വം, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തിന്റെ ബലഹീനത, ഉള്ളതിനെ ഇല്ലായ്മയാക്കുന്ന ദൈവത്തിന്റെ കുലഹീനത. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തിന്റെ ഭോഷത്വം, ബലമുള്ളതിനെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ ബലഹീനത, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്ന കുലഹീനമായ തന്റെ മനുഷ്യാവതാരം. കുരിശിന്റെ വചനം നമുക്കൊക്കെ ഭോഷത്വമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഈ വാക്യം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, ജീവിതത്തിൽ ജ്ഞാനിയായി മിടുക്കനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ബലഹീനരാകാതെ ബലമുള്ളവരായി ജീവിപ്പാനായിട്ട് ശക്തരായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. കുലഹീനരാകാതെ കുലീനരായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ക്രിസ്തു എന്ന മനുഷ്യനും ക്രിസ്തുവിന് പകരമായി ഈ തലമുറയിൽ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന നമുക്കും തമ്മിലുള്ള അന്തരം ഇവിടെയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് കടന്നുപോയ പരിമല തിരുമേനിയും നമ്മളും തമ്മിലുള്ള അന്തരവും ഇത് തന്നെയാണ്. ലോകപ്രകാരമുള്ള ഭോഷത്വം കൊണ്ട് ഈ ലോകത്തെ അതിജീവിച്ച ഒരു വിശുദ്ധൻ, ലോകപ്രകാരമുള്ള ബലഹീനത കൊണ്ട് ഈ ലോകത്തെ അതിജീവിച്ച ഒരു വിശുദ്ധൻ, ഉന്നത കുലജാതനായിരിക്കുമ്പോഴും നികൃഷ്ടമായതെന്ന് ലോകത്തിൽ തോന്നുന്നതിനെ തിരഞ്ഞെടുത്ത് ലോകത്തെ അതിജീവിച്ച ഒരു വിശുദ്ധൻ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോ ഈ ലോകപ്രകാരമുള്ള ചില ഭോഷത്വങ്ങളിലേക്ക് നമ്മുടെ മനോബോധം ഉയരേണ്ടതല്ലേ പ്രിയമുള്ളവരെ? ശക്തരാകാൻ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ച് ലോകത്തിന്റെ ബലഹീനമായ ചിലതിലേക്ക്, ലോകത്തിന്റെ നോട്ടത്തിൽ ബലഹീനമായ ചിലതിലൂടെ ദൈവരാജ്യ അനുഭവത്തിന്റെ ശക്തമായ അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയണ്ടേ? ഏറെ കുലീനത അവകാശപ്പെടുന്നവരാണ് നമ്മിൽ അനേകം പേരും. ദൈവപദ്ധതി കുലീനതയൊന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് താന് ലോകത്തിൽ വന്നപ്പോ ഇവിടെ ഒരു തച്ചന്റെ മകനായി ജനിച്ചത്. ഏറെ അഭിമാനത്തോടെ നിൽക്കാൻ നമ്മുടെ കുലീനത ഉയർത്തി കാണിക്കുന്നിടത്ത് ഒരു തച്ചന്റെ മകനായിരിക്കാൻ അഭിമാനം കൊണ്ട ഒരു മനുഷ്യപുത്രന്റെ പിൻഗാമികളാണ് നാം.
ഒടുവിൽ ഒരു ചെറിയ വാക്കോട് പറയുകയാണ്, ആരും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാനായിട്ട്. അതായത് എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ ബലം കൊണ്ടോ എന്റെ കുലീനത കൊണ്ടോ ഞാൻ ഇന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്ന് ഒരു ജഡവും ലോകത്തിൽ പ്രശംസിക്കാതിരിപ്പാൻ, ലോകത്തിന്റെ നോട്ടത്തിൽ ഭോഷതമായത്, ലോകത്തിന്റെ നോട്ടത്തിൽ ബലഹീനമായത്, ലോകത്തിന്റെ നോട്ടത്തിൽ കുലഹീനമായതിനെ കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിൽ നിർവഹിച്ചു എന്നിവിടെ പറയുകയാണ്. അതാണ് ക്രൂശിന്റെ വചനം. ഇത് രക്ഷിക്കപ്പെടുന്നവന് ദൈവശക്തിയാണ്, നശിച്ചു പോകുന്നവന് ഭോഷത്വമാണ്. ഈ 3 കാര്യങ്ങളുടെ ചെറിയൊരു വിവരണം നടത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ലോകത്തിൽ മനുഷ്യാവതാരത്തിൽ കർത്താവ് വഹിച്ചതായ കുരിശിന്റെ ഭാവങ്ങളിലൂടെ കടന്നുപോയ ആളാണ് പരിമല തിരുമേനി. എന്താണ് ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വലുതാണെന്ന് പറയാൻ കാര്യം? തരികില്ലൊരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ. എൻ്റെ ഈ വേദഭാഗത്ത് പറയുന്നത് ദൈവത്തിന്റെ ഭോഷത്വം, അത് പരിമല തിരുമേനി ജീവിതത്തിൽ സ്വീകരിച്ചൊരു കാര്യമാണ്. ആ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലുതാണ് എന്ന് പറയുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ഭോഷത്വം എന്ന് പറയുന്നത്? മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ അതീതമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഭോഷത്വം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവ പദ്ധതിയിൽ, ദൈവത്തിന്റെ അറിവിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യത്തെക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നുവെന്നാണ് എൻ്റെ അർത്ഥം. ദൈവപദ്ധതിയിൽ വരുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യത്തെക്കാൾ ഏറെ ഉയർന്നു നിൽക്കുന്നുവെന്നാണ് എൻ്റെ അർത്ഥം. അവിടെയാണ് ദൈവത്തിന്റെ ഭോഷത്വം മതി മനുഷ്യന്റെ ജ്ഞാനത്തെ അതിജീവിക്കുവാനായിട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോകത്തിലേറെ മിടുക്കരായി ജീവിക്കുന്നവരാണ്, ഏറെ മിടുക്കരായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം, ഈ മലങ്കര സഭയില് പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനി എന്ന് പറഞ്ഞ്, മൂക്കഞ്ചേരിൽ തിരുമേനി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. വളരെ ഉന്നത കുലജാതനായിരുന്ന ഒരാളാണ്. മൂക്കഞ്ചേരിൽ കുടുംബം എന്ന് പറയുന്നത് ഏറെ പ്രശസ്തമായൊരു കുടുംബമാണ്. ഏറെ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനി. 1919 സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD പാസ്സായ ആളാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഡിഗ്രിയും അതിനപ്പുറമായിട്ടുള്ള പഠനങ്ങളൊക്കെ നേടിയ ആളാണ്. ജീവിതത്തിന്റെ ദർശനം ക്രിസ്തു സമാനമായിരുന്നു. ഒരുപക്ഷെ ഇന്നേക്ക് 100 വർഷം പുറകിലുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ദർശനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ സഭ പോലും വളർന്നിട്ടില്ലായിരുന്നു. ഒരു സത്യമാണ്. പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനിയുടെ ക്രിസ്തു ദർശനത്തെ ഉൾക്കൊള്ളാൻ മാത്രം ഈ സഭ പോലും, അന്നത്തെ പൗരോഹിത്യ നേതൃത്വം പോലും വളർന്നിട്ടില്ലായിരുന്നു. അത്രമാത്രം വെല്ലുവിളി ഉയർത്തിയ ഒരു മനുഷ്യനാണ് പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനി.
അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്രൈസ്റ്റ് ഈസ് മൈ ഓൾ. ക്രിസ്തുവാണ് എൻ്റെ എല്ലാം. ഐ ഷെയർ ഹിസ് ലൈഫ് ആൻഡ് ലവ്. ഞാൻ അവന്റെ ജീവനും അവന്റെ സ്നേഹവും പങ്കുവയ്ക്കുന്നു. വിത്ത് ഓൾ ഹ്യൂമൻ കൈൻഡ്, സകല മനുഷ്യവർഗത്തോടും. ആൻഡ് ഹോൾ ഓഫ് ക്രിയേഷൻ, സർവ സൃഷ്ടിയോടും. ക്രിസ്തുവാണ് എൻ്റെ എല്ലാം. അവന്റെ ജീവനും അവന്റെ സ്നേഹവും ഞാൻ പങ്കുവയ്ക്കുന്നു സകല മനുഷ്യവർഗത്തോടും, മുഴുവൻ സൃഷ്ടിയോടും. ഇത് 100 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനുണ്ടായ ദർശനമാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഞാൻ കൊടുത്തു എന്ന് അഭിമാനിക്കുന്നവരാണ് നാം. കാരണം നമ്മുടെ ബുദ്ധിയിൽ നാം കൊടുക്കുന്നതൊക്കെ നമ്മുടേതാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, ക്രിസ്തുവാണ് എൻ്റെ എല്ലാം, എനിക്ക് എന്റേതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവന്റെ ജീവനും അവന്റെ സ്നേഹവുമാണ് നിലനിൽക്കുന്നത്. 23,000 പേരെ സ്നാനം കഴിപ്പിച്ച ആളാണ്. വിലയേറെ കുടുകളിൽ പോയി അവരോടുകൂടി അവർ വെച്ച ഭക്ഷണം കഴിച്ച് 100 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. 1924 അദ്ദേഹം വൈദികനായെങ്കിൽ 1925 കൊച്ചിൻ രാജ സന്നിധിയിൽ അല്ലെങ്കിൽ കൊച്ചിൻ ഗവർണൻസില് ഭരണ സംവിധാനത്തിൽ അധസ്ഥിതരുടെ ഉന്നമനത്തിനായി അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിതനായ ആളാണ് പത്രോസച്ചൻ. ആ മനുഷ്യൻ പറയുകയാണ്, ജീവിതത്തിൽ എൻ്റെ സർവസ്വവും എനിക്ക് ക്രിസ്തുവാണ്. അതുകൊണ്ട് അവന്റെ ജീവൻ, അവന്റെ സ്നേഹം സർവ മനുഷ്യ സൃഷ്ടിയോടും, മുഴുവൻ സൃഷ്ടിയോടും, മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യവർഗത്തോട് മാത്രമല്ല, സമസ്ത സൃഷ്ടികളോട് ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, ഈ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് മറ്റുള്ളവരിൽ പങ്കുവയ്ക്കുവാൻ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ കയ്യിലുണ്ടോ? മറ്റുള്ളവർക്കായി പങ്കിടുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ കയ്യിലുണ്ടോ? ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഭിക്ഷ കൊടുത്താലും നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടേത് കൊടുത്തു എന്ന് ചിന്തയാണ് നമുക്കുള്ളത്. നീ 2 കാലിൽ നിൽക്കുന്നത് ഞാൻ തന്നത് കൊണ്ടാണ് എന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. അതാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞത്, പത്രോസ് മാർ ഉസ്താദ് തിരുമേനി മനുഷ്യന്റെ മുമ്പിൽ ഭോഷനായി മാറുകയാണ്. ഒരുപക്ഷെ അന്നത്തെ സഭയുടെ പൊതു സംവിധാനത്തിന് പോലും മനസ്സിലാകുന്നില്ലാത്ത നിലയിൽ ലോകത്തിന്റെ നോട്ടത്തിൽ ഭോഷനായി മാറുന്നൊരു മനുഷ്യൻ. ഇങ്ങനെ ഭോഷരായി മാറുന്ന ചില വ്യക്തികളൊക്കെ അന്നും ഇന്നും സഭയിലുള്ളത് കൊണ്ടായി സഭ നിലനിൽക്കുന്നേ. പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിൽ പരിമല തിരുമേനി, അതിനുശേഷം പത്രോസ് മാർ ഉസ്താദ് തിരുമേനി, അങ്ങനെ ഇങ്ങോട്ട് വന്ന് കുറെ പേരൊക്കെ. ഇപ്പൊ ഇന്നത്തെ തലമുറയിൽ ഉസ്താദ് തിരുമേനി, ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ ചിലരുള്ളത് കൊണ്ടായി സഭ നിലനിൽക്കുന്നത്. ഞാൻ പിതാക്കന്മാര് നമുക്കറിയാവുന്നൊരു പേര് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ചില പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഈ തലത്തിൽ വരുന്നവരാ, എനിക്ക് സംശയമൊന്നുമില്ല. ജീവിത ദർശനത്തിൽ മറ്റുള്ളവർ സംതൃപ്തരായി കഴിയണമെന്നും ഉള്ളത് പങ്കുവയ്ക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ചില പ്രായമുള്ള മാതാപിതാക്കന്മാരൊക്കെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ട്. അവരുടെ മണ്ടത്തരമാണ്. നമ്മുടെയൊക്കെ നോട്ടത്തിൽ അവർ വിവരദോഷികളാണ്. മിടുക്കരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ബുദ്ധിയുടെ മുമ്പിൽ അവർ വിവരദോഷികളാണ്. അവരുടെ ഈ വിവരക്കേടാണ് ഇന്നും സഭയെ പിടിച്ചു നിർത്തുന്ന ഒരു സത്യമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ഒരിക്കൽ ഇവിടെ പറഞ്ഞതാണെന്ന് എന്റെ ധാരണയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. എനിക്കൊരു പ്രൊഫസറെ അറിയാം. എൻ്റെ അടുത്തൊരു സ്നേഹിതനാണ്. എന്നൊക്കെ 2 വയസ്സ് പ്രായക്കൂടുതലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയും കോളേജ് അധ്യാപികയാണ്. സ്വന്തം മകളെ കേരള സിലബസിൽ പഠിപ്പിച്ച ഒരാള്. കേരള സിലബസിൽ എയ്ഡഡ് സ്കൂളിൽ സ്വന്തം മകളെ പഠിപ്പിച്ചിട്ട് തമിഴ്നാട്ടുകാരനായ ഒരു ഭിക്ഷക്കാരന്റെ പഠിക്കാൻ മിടുക്കിയായ ഏക മകളെ CBSE സിലബസിൽ മുഴുവൻ ചെലവും കൊടുത്ത് പഠിപ്പിച്ച ഒരു പ്രൊഫസർ. ഒന്നും പിടികിട്ടിയില്ലല്ലേ? കർത്താവ് വരുന്നവരെ പിടികിട്ടത്തില്ല. കാര്യം നമ്മൾ മിടുക്കരാ. നമ്മൾ മിടുക്കരായതുകൊണ്ട് നമുക്കൊന്നും പിടികിട്ടുകയില്ല. ദൈവപദ്ധതിയിൽ വരുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. സ്വന്തം മകളെ
എല്ലാവരും മോശമെന്ന് പറയുന്ന കേരള സിലബസിൽ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് തമിഴ്നാട്ടുകാരനായ ഒരു ഭിക്ഷക്കാരന് പഠിക്കാൻ മിടുക്കിയായ ഏകമകളെ മുഴുവൻ ചെലവും കൊടുത്ത് CBSE സിലബസിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഈ മലങ്കര സഭയിൽ ഉണ്ടെന്ന് പിടികിട്ടിയോ? ഇപ്പൊ നമ്മുടെ മനസ്സിൽ എത്രയോ ഒരു വിവരദോഷി അല്ലേ? എന്തൊരു വിവരദോഷി! കൂടെ പഠിപ്പിച്ചവരൊക്കെ ചോദിച്ചു തനിക്ക് വട്ടാന്ന് പറഞ്ഞു. അത് ഈ ഭിക്ഷക്കാരന്റെ മോളെ പഠിപ്പിക്കുന്നോണ്ടല്ല. ഭിക്ഷക്കാരന്റെ മോളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് 1-2 അച്ഛന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം ഭിക്ഷക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് എന്റെ സ്നേഹിതനായ വേറൊരു അച്ഛനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഭിക്ഷക്കാരന്റെ മോളെ പഠിപ്പിക്കുന്നുള്ളേ. ഒരു കോളേജ് പ്രൊഫസർ എയ്ഡഡ് സ്കൂളിൽ മകളെ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കൂടെ പഠിച്ചവരൊക്കെ ചോദിച്ചത്, പഠിപ്പിച്ചിരിക്കുന്നവരൊക്കെ ചോദിച്ചത് തനിക്ക് വട്ടാന്നോ? ആ കൊച്ച കഴിഞ്ഞ് ഹയർ സെക്കൻഡറി പഠിച്ചു. ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതി 300ാമത്തെ റാങ്കിൽ വന്നു ഈ പ്രൊഫസറുടെ മോള്. ഇപ്പൊ കോഴിക്കോട് NIT പഠിക്കുക അവള് എഞ്ചിനീയറിംഗിന്. കേരള സിലബസിൽ പഠിച്ചുകൊണ്ട് അവർക്ക് ദോഷം വന്നില്ല. മറ്റേ പെൺകുട്ടി ഇപ്പൊ പാസ് കൊടുക്കാത്ത ഒരു കാര്യം, നമ്മുടെ ഒരു കുട്ടിക്ക് കൊടുക്കാത്ത ഒരു കാര്യം മറ്റൊരാളുടെ കുട്ടിക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരിക്കൽ ഞാൻ ആ സാറിനോട് ചോദിച്ചു, എന്താ ഇതിനു മാത്രമൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കോളേജ് അധ്യാപകരാണ്. സ്വാഭാവികമായി എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ ഒരു മെറിറ്റ് ഉണ്ടല്ലോ. പക്ഷെ ആ ഭിക്ഷക്കാരന് പഠിക്കാൻ മിടിക്കാൻ ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. അയാളും അയാളുടെ ഭാര്യയും ഹാർട്ട് പേഷ്യൻസാണ്. ഈ ഒറ്റ കുട്ടിയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ശരിയായ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. അവൾക്ക് പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ടു പോയാൽ ഈ തലമുറയിൽ സാധ്യതയിൽ ജീവിക്കുന്ന നമ്മൾ അതിന് കുറ്റക്കാരാണ്. എൻ്റെ കുട്ടിക്ക് ഞങ്ങൾ 2 പേർ അധ്യാപകരായതുകൊണ്ട് ഏറെ ട്രെയിനിങ് ഒന്നും ഇല്ലെങ്കിൽ ഒരു തരമൊക്കെ അവൾ പഠിച്ചു കയറും. ന്യായമായി അവൾ എത്തേണ്ടതൊക്കെ എത്തും. പക്ഷെ ഈ ഭിക്ഷക്കാരന്റെ മകളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ അവള് തളടിയായി പോകും. ആ കുടുംബം നഷ്ടപ്പെട്ടു പോകും. ആകെ അവരുടെ പ്രതീക്ഷ അവളാണ്. ആ കുട്ടി എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് മേടിച്ച് ഇപ്പോൾ LLBക്ക് ചേർന്നിരിക്കുക. ഈ പറഞ്ഞ ഭിക്ഷക്കാരന്റെ മകള് നമ്മുടെയൊക്കെ നോട്ടത്തിൽ പരിമളത്തിനുമയുടെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ദർശനങ്ങളെ തനിക്ക് ജന്മന ഉണ്ടായിരുന്നതിനൊക്കെ ഉപേക്ഷിച്ച് ഈ പട്ടിക്കാടായി കിടന്ന പരിമലയിൽ ഇന്നാണ് ഈ പരിമല തെളിവുള്ളത്. ഇവിടെ വന്ന് താമസിച്ച് ഒരു സഭയ്ക്കും ഒരു സമൂഹത്തിനും ഒരു സംസ്കൃതിക്കും ഒക്കെ നേതൃത്വം കൊടുത്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടും. നമുക്ക് കുരിശിന്റെ പരിത്യാഗത്തിന്റെ ഒരു ദർശനം ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ എത്ര ആള് 90 വർഷം ജീവിച്ചിട്ട് 90 വർഷവും 5 പ്രാവശ്യം വെച്ച ഒരാണ്ടിൽ ഈ പരിമല കവറിങ്ക വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഈ കുരിശിന്റെ വചനം അത് ദൈവിക പദ്ധതിയിൽ മനുഷ്യന്റെ നോട്ടത്തിൽ ഒരു ഭോഷത്വത്തിന്റെ വിഷയമാണ്. ആ ഭോഷത്തിന്റെ വിഷയമായിരിക്കുന്നത് അല്പം ഭോഷനാകാൻ കഴിയുന്നവന് മാത്രമേ സ്വീകരിപ്പാൻ കഴിയുകയുള്ളൂ. എങ്ങനെ എടുത്തിട്ടാലും 4 കാലങ്ങളിൽ നിൽക്കാൻ കഴിയുന്ന മിടുക്കന്മാരെ, ബുദ്ധിയുള്ള ധാരാളം പേരെ നമ്മളിപ്പോ പേപ്പറിലൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ചിലരൊക്കെയെങ്കിലും അതിനകത്ത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളവരുണ്ട്, ബുദ്ധിമാന്മാരായി പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളവര്. ഞാൻ വെറും സാധാരണ കാര്യങ്ങൾ, ഇപ്പൊ ദൈവശാസ്ത്രം ഒന്നും പറയുകയല്ല, വെറും സാധാരണ കാര്യങ്ങൾ മാത്രം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ എനിക്കുള്ളൂ. സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത് തന്നെയാണെന്ന് എന്റെ വിശ്വാസം. ഏറെ ദൈവശാസ്ത്രം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ജീവിതത്തെ കുറിച്ച് അനുഗ്രഹകരമായ ഒരു ദർശനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശിന്റെ വചനത്തിന്റെ പ്രത്യേകത ലോകത്തിന്റെ നോട്ടത്തിൽ ഭോഷത്വമായുള്ളതിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള വലിയ ശക്തമായ നിയോഗമാണ്. മശിഹാ തമ്പുരാൻ ഈ ലോകത്തിൽ നമ്മുടെ മുൻപാകെ വരച്ചു കാണിച്ച ആ ജീവിതദർശനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടുകാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പണമെന്ന് പറയുന്നത് ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ മുഖം ചുളിച്ചു പോയി, ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എന്റെ ഇടവാംഗമായിരുന്ന ആളിന് ഇത്രയും ദർശനം കൊടുക്കാനേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ഒരുപക്ഷെ എന്റെ തെറ്റായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ഞാൻ എൻ്റെ ചെറുപ്പത്തിലേറെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളാണ്. ഞാൻ പഠിച്ചു, ഞാൻ ഉദ്യോഗസ്ഥനായി. ഇന്നെനിക്ക് എൻ്റെ മക്കളുമൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. സാമ്പത്തികമായി ഞാൻ നല്ല ഉന്നതിയിലാണ്. ഇന്ന് ഞാൻ പഠിച്ച് മിടുക്കനായി റിട്ടയർ ചെയ്യുകയും ചെയ്തു. സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുമ്പോൾ ഇത് ദൈവം തന്നതാണെന്ന് അച്ഛൻ പറഞ്ഞാൽ ആരാ അച്ഛൻ സമ്മതിച്ചു തരാൻ പോന്നേ? അടുത്തൊരു ചോദ്യം കൂടെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ട് ജീവിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു എന്ന്. പലപ്പോഴും അറിഞ്ഞു അറിയാതെയൊക്കെ നമ്മൾ ചോദിക്കും ചോദ്യം വാഗുകൊണ്ട് ചോദിച്ചില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് ചോദിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ നോട്ടത്തിൽ ആ മനുഷ്യൻ ജീവിക്കാൻ പഠിച്ചവനാണ്. ഞാൻ പഠിച്ചു, ഞാൻ ജോലി നേടി, ഞാൻ പണമുണ്ടാക്കി. ഞാൻ പണമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം തന്നതാണ് എന്ന് പറഞ്ഞാൽ ആരാച്ച സമ്മതിച്ചു തരുന്നത്? ഞാൻ എൻ്റെ ചെറുപ്പത്തിലേറെ ബുദ്ധിമുട്ട് ജീവിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മുടെയൊക്കെ നോട്ടത്തിൽ അവൻ ബുദ്ധിമാനാണ്, അവൻ ജീവിക്കാൻ പഠിച്ചവനാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ക്രമങ്ങൾ വാഗുകൊണ്ട് പറയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിയെ ധ്വനിപ്പിക്കുന്നതാണ്. ഇവിടെയാണ് ഉന്നത കുലജാതനായിരുന്ന കൊച്ചിൻ രാജകുടുംബവുമായി സ്നേഹബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച പരിമല തിരുമേനി സാമൂഹികമായി ഉന്നത സ്ഥാനത്ത് ജനിച്ചുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് അതല്ല ജീവിതദർശനം എന്ന് മനസ്സിലാക്കി ഈ സഭയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ ഇവിടെ വന്ന് താമസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുരിശിന്റെ വചനം ദൈവപദ്ധതിയുടെ ശരിയായിട്ടുള്ള അനിവാര്യതയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഭോഷത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ഭോഷത്വത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവനാണ് കുരിശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്കുള്ള രക്ഷ ധൈര്യമായിട്ട് മാറുന്നത്. രക്ഷിക്കപ്പെടുന്നവർ ദൈവശക്തിയായി കുരിശിന്റെ വചനം മാറുന്നത്, ലോകത്തിന്റെ നോട്ടത്തിൽ ഭോഷതമായുള്ളത് ദൈവപദ്ധതിയുടെ അനിവാര്യതയ്ക്ക് വേണ്ടി ജീവിതത്തിൽ സ്വീകരിപ്പാൻ കഴിയുന്നവനാണ്. ഇത് ഈ ജീവിതത്തിന്റെ ദർശനമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എത്ര കണ്ട് മിടുക്കരായി ജീവിച്ചിട്ടും കാര്യമില്ല. അല്പമൊക്കെ മണ്ടരാകുന്നത്, ചിലടത്തൊക്കെ ഒന്ന് തോക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് ദൈവപദ്ധതിയിൽ അനിവാര്യതയായിരിക്കണം. തോക്കാനായിട്ട് അല്പം ശീലിക്കുന്നത് നല്ലതാണ്. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് കുഞ്ഞുങ്ങൾ ജയിക്കാനായിട്ട് പഠിക്കുക. ആരെങ്കിലും തോപ്പിച്ചു പോയെങ്കിൽ അവൻ ആജീവനാന്ത വൈരിയാ. നമുക്ക് സൺഡേ സ്കൂൾ തൊട്ട് ആരംഭിക്കുക. ഇത് സിംഗിൾ സോങ്ങിൽ പാടിയിട്ട് ആരെങ്കിലും എന്നെ തോപ്പിച്ചു പോയെങ്കിൽ അവൻ്റെ ആജീവനാന്ത വൈരിയാണ്. അപ്പൊ ഈ വൈര്യം ആരംഭിക്കുന്നത് തന്നെ സൺഡേ സ്കൂളിന്റെ മത്സരത്തിലൂടെയാണ്. ഒരു പരിധി വരെ അധ്യാപകരൊട്ടും കുറവല്ല ഈ കാര്യത്തില്. ഞാൻ കൊണ്ടുവന്ന കൊച്ചിന് 1ാം സ്ഥാനം കിട്ടിയില്ല, പിന്നെ ഇല്ലാത്ത പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കുന്ന അധ്യാപകരുടെ എണ്ണം കൂടുതലായിപ്പോ. പ്രൈസ് കിട്ടാതെ വേദനപ്പെടുന്ന ഒരു കുട്ടിയെ സമാശ്വസിപ്പിക്കുവാൻ അനേക അധ്യാപകർക്ക് കഴിയുന്നില്ല ഇപ്പൊ. പോകട്ടെ, കുരിശിന്റെ വചനം ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹരമാകുന്നത് ലോകത്തിന്റെ നോട്ടത്തിൽ നാം സ്വീകരിക്കുന്ന ഭോഷത്വത്തിലൂടെയാണ്. മശിഹാ തമ്പുരാൻ ലോകത്തിൽ വെളിപ്പെടുത്തിയ പരമസത്യവും അത് തന്നെയാണ്. രണ്ടാമത്തിവിടെ പറയുന്നത്, കർത്താവ് സ്വീകരിച്ച രണ്ടാമത്തെ ഒരു മാനദണ്ഡമായി പറയുന്നത്, ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ താൻ ബലഹീനമായി തിരഞ്ഞെടുത്തുവെന്നാണ്. ഇത് നൽകുന്ന സൂചന, മനുഷ്യൻ അവന്റെ കരുത്ത് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യത്തേക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നു. ദൈവപദ്ധതിയിൽ ഏറ്റവും ബലഹീനമെന്ന് നമുക്ക് തോന്നുന്ന ഓരോന്നും. കുരിശിന്റെ സന്ദേശം നമ്മൾ വ്യാപരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെയാണ്. നാം ദൈവത്തിന് വേണ്ടി ബലഹീനരാകുമ്പോൾ ബലമുണ്ട് എന്ന് തോന്നുന്ന പലതും അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ത്രാണി നമുക്കിവിടെ ഉണ്ടാവുകയാണ്. 19ാം നൂറ്റാണ്ടിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് സംഭവിച്ചൊരു കാര്യമാണല്ലോ ഈ ടൈറ്റാനിക്കിന്റെ പതനമെന്ന് പറഞ്ഞു. നമുക്കെല്ലാം അറിയാം ചരിത്രം. അവിടെ ഞാൻ ചരിത്രപരമായ വിഷയത്തിലൊന്നും പോകുന്നില്ല. ടൈറ്റാനിക് തകർന്നടിഞ്ഞ് 1520 പേര് മരിക്കുന്ന ഒരു സംഭവം.
മരണസംഖ്യയെക്കുറിച്ച് പല റിപ്പോർട്ടുകളിലൊക്കെ പലതാണ് കിടക്കുന്നത്. നമുക്കറിയാം, ലോകം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം, ഒരു കപ്പൽ, ആർക്കും തകർക്കാൻ കഴിയാത്തത് എന്ന് വിചാരിച്ചത് മനുഷ്യന്റെ ബലമാണ്, കരുത്താണത്. എന്നത്തെ തട്ടിയാ പോയത്? വെള്ളത്തിൽ കിടന്ന ഐസ് കട്ടെ തട്ടി. വെള്ളത്തിൽ കിടന്ന ഐസ് കട്ടെ തട്ടിയാണ് യാത്രയുടെ 5-ാം ദിവസം സംഭവം ഇല്ലാതാകുന്നത്. ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞാൻ പറയും, മനുഷ്യന്റെ ബലമാണ് ടൈറ്റാനിക്, ദൈവത്തിന്റെ ബലഹീനതയാണ് ഈ മഞ്ഞുകട്ട. മനുഷ്യന്റെ ബലമാണ് ഈ ടൈറ്റാനിക്, ദൈവത്തിന്റെ ബലഹീനതയാണ് ഈ മഞ്ഞുകട്ട. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി ചൊവ്വായിട്ട് ജീവിക്കാൻ. എത്രയോ കരുത്തായിട്ടാണ് കെട്ടിടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഭൂമി ഒന്ന് വിറയ്ക്കുന്നുണ്ട്, എല്ലാം കൂടെ താഴെ പോവാം. ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് വളരെ ബലവത്തായിട്ടാണ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചുമ്മാതെ ഭൂമി നിൽക്കുന്നിടത്തൊന്ന് വിറച്ചാൽ മതി, ഉടനെ എല്ലാം കൂടെ താഴെ. ഈ ഒരു ബലഹീനത, ബലമുള്ളതിനെ തകർക്കാൻ കഴിയുന്ന ഒരു ബലഹീനതയെ കുറിച്ച് ഈ ക്രൂശിന്റെ വചനം നമ്മോട് പറയുകയാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നൽകുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു നിൽക്കുന്നവന്റെ മുൻപിൽ നോമ്പ് തോറ്റ് എല്ലും തൊലിയുമായി നിൽക്കുന്നവന്റെ ഒരു ചിത്രം. മനുഷ്യന്റെ ബലവും ദൈവത്തിന്റെ ബലഹീനതയും. ഈ എല്ലും തൊലിയുടെ ഒരു റെപ്രസെന്റേഷനാണ് ഈ പരിമല തിരുമേനി. പട്ടിണി കിടക്കേണ്ടി വന്ന സന്ദർഭമുണ്ട്, ഇല്ലായ്മ കൊണ്ട്. അല്ലെ, തന്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികർക്കും ഷമ്മാസന്മാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും കൊടുക്കേണ്ടത് കൊണ്ട് താൻ ബോധപൂർവമായി പട്ടിണി കിടക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതല്ലാതെ തന്നെ തനിക്ക് നിർവഹിക്കേണ്ടി വന്ന സഭയുടെ നോമ്പിന്റെ അനുഭവങ്ങൾ കൂടെയുള്ള കടന്നുപോക്ക്, ഇതൊക്കെ ലോകത്തിന്റെ നോട്ടത്തിൽ തന്നെ ബലഹീനാക്കിയ കാര്യങ്ങളാണ്. തിന്നുകൊടുത്തു നിൽക്കുന്നവന്റെ മുൻപിൽ ചരിത്രത്തിനും അപ്പുറം നിൽക്കുന്ന ഒരു വിശുദ്ധിയെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുക തന്റെ ബലഹീനത കൊണ്ട്. രക്ഷിക്കപ്പെടുന്നവന്റെ ശക്തി എന്ന് പറയുന്നത് സ്വയമായി ബലഹീനമാക്കുന്ന. പൗലോസ് പറഞ്ഞുവല്ലോ, പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാനായിട്ട് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉപവസിക്കുന്ന ഒരു പൗലോസിന്റെ അതേ ദർശനം പരിമല തിരുമേനിയിൽ നമ്മൾ കാണുകയാണ്. ഇല്ലായ്മ കൊണ്ട് മറ്റുള്ളവരെ പരിപോഷിപ്പിക്കേണ്ടത് കൊണ്ട് താൻ പട്ടിണി കിടക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. നല്ലതുപോലെ ബെൽറ്റ് മുറുക്കി കുത്തി പട്ടിണി കിടക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, കൃത്യമായി നോമ്പനുഷ്ഠാനങ്ങളുടെ ഒരു ജീവിതചര്യയിലൂടെ ശാരീരികമായി തന്നെ തന്നെ ബലഹീനമാക്കി ആത്മാവിനെ പ്രശോഭിച്ച ഒരു മനുഷ്യൻ. ഏറെ സംതൃപ്തിയോടെ ഭക്ഷണം കഴിക്കും നമുക്ക്, നമ്മുടെ മുമ്പിൽ ബലത്തിന് വേണ്ടി, കരുത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു പരിധിയുമില്ലാതെ. ഇപ്പോഴും നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തലമുറയിൽ ഞാൻ പറയാറുണ്ട്, 97 വീടുകാർക്ക് 3 നേരം കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. 3% ആളുകൾക്കായിരുന്നു എല്ലാം കഴിക്കാൻ ഉണ്ടായിരുന്നത്. അന്നില്ലാത്ത ഒരു ആക്രാന്ത ഇപ്പം നമ്മുടെ ഹോളുകളിൽ ചെല്ലാമെങ്കിൽ കാണാം. കല്യാണ വിരുന്നിന് ഒരു ഹോളിൽ കയറി ചെല്ലാമെങ്കിൽ 8 പേർക്ക് വെക്കുന്നത് 4 പേര് വിളമ്പി കഴിയുമ്പോൾ തീർന്നു പോകുകയാണ്. അങ്ങനെ തീർത്തെടുക്കുന്നവരാരും വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നവരൊന്നുമല്ല. ആരെങ്കിലും വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തോന്നും ബാക്കിയുള്ളവർ കൂടെ ഉള്ളത്, അതുകൊണ്ട് അത്ര എടുക്കാൻ പാടില്ല. 21-ാം നൂറ്റാണ്ടിൽ ഇത് പറയുന്ന അച്ഛൻ മോശമാകുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും സത്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ കരുത്തിന് വേണ്ടി ഏറെ കഴിക്കുകയാണ്, ഏറെ സ്വീകരിക്കുകയാണ്. 8 പേർക്ക് മേശയിൽ വെക്കുന്നത് 4 പേര് വിളമ്പുമ്പോൾ തീരുന്നൊരു കാലം. സുഭിക്ഷമായി ജീവിക്കുന്ന കഴിഞ്ഞ തലമുറയിൽ 97% 3 നേരം കഴിക്കാനില്ലായിരുന്നു, 3% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വലിയ ആഠ്യത്വമൊക്കെ പറയാനുണ്ടെങ്കിലും ഈ തലമുറയിൽ 3% തന്നെ ഇല്ല 3 നേരം കഴിക്കാനില്ലാത്തതായിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്ന മാറ്റം ഇതാ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ശൈലി. കരുത്താർജിക്കുവാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, അവന്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ് ഈ പരിമല തിരുമേനി. ക്രിസ്തുമാർക്കും അവന്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ്.
ഇതിനെ തിരിച്ചറിയാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് പ്രധാന വിഷയം. ഈ കുരിശിന്റെ വചനം സ്വയം ബലഹീനമാക്കും. നമുക്കറിയാമല്ലോ, ഇന്നത്തെ നമ്മുടെ ആത്മീയതകൾ പോലും പൊതുവിൽ പരിശോധിച്ചാൽ ഈ ആത്മീയതയ്ക്ക് എന്നുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? ഇന്നത്തെ ആത്മീയതകൾ, പുതിയ ആത്മീയതകളെല്ലാം മനുഷ്യ ജീവിതത്തിന് അവന്റെ ബലഹീനതയെ പോക്കി കരുത്തേകുന്ന കാര്യമാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം നാം പരാമർശിക്കുമ്പോൾ ഇന്നെല്ലാവർക്കും കരുത്ത് നൽകി മനുഷ്യനെ ആകർഷിക്കുന്ന ആത്മീയതയുടെ മുമ്പിൽ മശിഹാ തമ്പുരാൻ പറഞ്ഞ ഒരു സത്യമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ്, ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കർത്താവ് ലോകത്തെ മുഴുവനായി തങ്ങളിലേക്ക് ആകർഷിക്കുവാനായി കണ്ടെത്തിയ മാർഗം ബലഹീനാക്കപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ആഗ്രഹം എന്താ? ബലവാനായ ഒരു ദൈവത്തെയാണ് നമുക്ക് ആഗ്രഹം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല. മരിച്ച പലരെയും ഉയർപ്പിച്ചപ്പോൾ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞില്ല. അനേകം പേരുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയപ്പോൾ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അവിടെയൊക്കെ ശക്തനായ മനുഷ്യനായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ കർത്താവ് ശക്തനായ പുനരുത്ഥാനകനായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ താൻ ശക്തനായ വൈദ്യനായിരുന്നു. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ താൻ ശക്തനായ പരിപാലകനായിരുന്നു. സാധാരണ എല്ലാവരും ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്നും ആത്മീയതയിൽ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇതിലൂടെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്ത് ഒരു സമയത്തും ആരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് അവൻ പറഞ്ഞില്ല. പക്ഷെ അവൻ പറഞ്ഞു, ഈ മനുഷ്യപുത്രൻ ഭൂമിയുടെ മധ്യത്തിൽ നാട്ടപ്പെടുമ്പോൾ നിസ്സഹായനായി എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ച് ഭൂമിയുടെ മധ്യത്തിൽ അവൻ നാട്ടപ്പെടുമ്പോൾ സർവ്വ ലോകത്തെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറയുക. താൻ ബലഹീനനാക്കപ്പെടുമ്പോ, ഇതാണ് ബലമുള്ള ഒരു ലോകത്തിൽ ബലഹീനാകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം എന്ന് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ ബുദ്ധിയൊന്നും ലോകപ്രകാരം ഒരു ഭോഷത്വം സ്വീകരിപ്പാനോ ലോകപ്രകാരം ബലഹീനാകാനോ നമ്മെ കൊണ്ട് കരുത്തുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ കുരിശിന്റെ വചനം നമുക്ക് രക്ഷിക്കപ്പെടുന്നവരുടെ ശക്തിയാകുന്നില്ല. നമുക്കറിയാമല്ലോ, ധനികനായ ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യേണ്ടത്? രക്ഷയുടെ ശക്തി തിരിച്ചറിയാൻ വേണ്ടി വന്നവനാ. കർത്താവ് എന്നാ പറഞ്ഞേ? കൽപ്പന പാലിച്ചോളാം. കഴിഞ്ഞ ആഴ്ചത്തെ വായനയിൽ പറഞ്ഞ കാര്യമാണ്. കൽപ്പന പാലിച്ചോളാൻ പറഞ്ഞു. ഏതൊക്കെയാന്ന് ചോദിച്ചു. ഇതൊക്കെയാണ് കൽപ്പന എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ എന്താ? അയ്യോ, അതായിരുന്നു ഞാൻ എത്രയോ കാലം തൊട്ട്, നീ പറഞ്ഞതിന് എത്രയോ കാലം തൊട്ട് ആചരിക്കാൻ തുടങ്ങിയതാ. ഇനി അവശേഷിക്കുന്ന എന്നാ കുറവാണ് നിന്റെ തോട്ടത്തിലുള്ളത്? കർത്താവ് അവനെ സൂക്ഷിച്ചു നോക്കി, ആഴമായി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു കുറവേ ഉള്ളൂ. ആ കുറവ് വലിയ കുറവാണ്. ആ കുറവാ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളേ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കുറവാണ് ആ ധനികനും ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരും നോമ്പ് നോക്കുന്നുണ്ട്, കൃത്യമായിട്ട് ദൈവാലയത്തിൽ പോകുന്നുണ്ട്, ആത്മീയ കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ പരിഹൃതമാക്കേണ്ട ഒരു കുറവ്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. ഇവിടെ പറയുന്നവൻ വലിയ ധനികനായിട്ട് ഇട്ടിട്ട് പോയെന്നാ. ഇവിടെ എന്താ സംഭവിച്ചേ? അവൻ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത് തന്നെ ഒരു ഉടമസ്ഥാവകാശത്തോടെ. കഴിഞ്ഞ ദിവസം വത്സൻ തമ്പു എന്ന് പറയുന്ന ഒരു വൈദികൻ ടിവിയിൽ പ്രസംഗിക്കുന്നത് കേട്ടു ഈ മനുഷ്യനെ കുറിച്ച്. അദ്ദേഹം പറയുന്നത് തന്റെ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശത്തോടു കൂടെയാണ് ഈ മനുഷ്യൻ വരുന്നത്. ഈ ഉടമസ്ഥാവകാശം വിട്ടുകളയാൻ അവനെ കൊണ്ട് കഴിയുന്നില്ലാത്തത് കൊണ്ട്, കളഞ്ഞാൽ അവന്റെ നോട്ടത്തിൽ അവൻ ബലഹീനാവുകയാണ്. ലോകപ്രകാരം അവൻ ഭോഷനാവുകയാണ്. ലോകപ്രകാരം അവൻ ഭോഷനാകും, ലോകപ്രകാരം അവൻ ബലഹീനാകും. അതുകൊണ്ട് ഈ വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം വിട്ടുകളയാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്തു പറ്റി? ഉടമസ്ഥനെ സ്വീകരിപ്പാൻ അവന് കഴിഞ്ഞില്ല. ഉടമസ്ഥനാരാ? ഈ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവാണ്. രക്ഷയുടെ ശക്തിയാകുന്ന ഈ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ അവന് കഴിയുന്നില്ല. എന്താ കാര്യം? അവൻ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു ഉടമസ്ഥാവകാശത്തെ വേണ്ട എന്ന് വെക്കാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് യഥാർത്ഥ രക്ഷയുടെ ഉടയവനെ കണ്ടെത്താൻ അവന് കഴിയാതെ പോകുകയാണ്. അതുകൊണ്ട് തന്നെ
അവന്റെ ലോകത്തിലെ അവനുള്ള നിക്ഷേപം അതൊരു സ്വർഗീയ നിക്ഷേപമായി രൂപാന്തരപ്പെടുത്തുവാൻ അവൻ കഴിയാതെ പോകുകയാണ്. കർത്താവ് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കുക, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ലോകത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഉടമസ്ഥനെ അംഗീകരിക്കാൻ കഴിയാതെ അവന്റെ ഉടമസ്ഥാവകാശത്തെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അടിസ്ഥാനപരമായി അവന്റെ വസ്തുവകകൾ സ്വർഗീയ നിക്ഷേപമായി രൂപാന്തരം പ്രാപിക്കുന്നില്ല. ഏറെ ദുഃഖിതനായി മടങ്ങിപ്പോകുന്ന ഒരു ചിത്രം. നമ്മുടെ ദർശനം ഇതാണെങ്കിൽ കബറെങ്കിൽ എത്ര പ്രാവശ്യം വന്നാലും ദുഃഖിതനായി പോകാനേ കഴിയും. എത്ര കാലം ആരാധനയിൽ സംബന്ധിച്ചാലും ദുഃഖിതരായി പോകേണ്ടി വരും. എവിടെയെങ്കിലുമൊക്കെ ക്രിസ്തുവിന് വേണ്ടി അല്പം ബലഹീനാകാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയേ മതിയാകുള്ളൂ. 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. 1, മനുഷ്യന്റെ ജ്ഞാനത്തെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ഭോഷത്വം. 2, മനുഷ്യന്റെ ബലം ഏറിയ ശക്തിയേറിയ അനുഭവങ്ങളെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ബലഹീനത. 3, മനുഷ്യന്റെ ഉള്ളതിനെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തിന്റെ കുലഹീനത. മനുഷ്യന്റെ കുലീനതയെ ലജ്ജിപ്പിക്കുന്ന ദൈവത്തിന്റെ കുലഹീനത. ഇപ്പൊ നമ്മിൽ ഒത്തിരി പേരും ഏറെ, പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് ഈ കുടുംബയോഗം നടത്തിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് എന്നെ ആരും കുടുംബയോഗത്തിൽ ക്ഷണിച്ചിട്ടില്ല. അച്ഛനായതിനു ശേഷം 3 കുടുംബയോഗക്കാരനോട് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലാണ് യോഗത്തിന് വരണം. ഞാൻ അറിയാതെ കൊട്ടാരക്കരയെന്ന് എനിക്കൊരു കാർഡ് വന്നിരിക്കല. അതാ ഭയങ്കരം. എന്നെ വകുപ്പിലാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കുടുംബത്തെക്കുറിച്ച് സങ്കല്പമുണ്ട്. ഞങ്ങൾ മാതാപിതാക്കന്മാര് 5 മക്കള്, ഒരു കുടുംബം. പിന്നെ കല്ലുപ്പാറ പഞ്ചായത്ത് ഒരു കുടുംബമാണെന്ന് പറയാം, കല്ലുപ്പാറ പള്ളി ഒരു കുടുംബമാണെന്ന് പറയാം, ഈ കേരള സംസ്ഥാന കുടുംബമാണെന്ന് പറയാം. ചെറുപ്പം തൊട്ട് നമ്മൾ ശീലിച്ചു വന്നൊരു കാര്യമുണ്ടല്ലോ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന് പറയുന്നൊരു ദർശനം. സഭയൊരു കുടുംബമാണെന്ന് പറയാം. ഇതിനപ്പുറം എൻ്റെ കുടുംബത്തിന് എന്നാ പ്രത്യേകത? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടേ, നമ്മൾ ഈ പകലോമറ്റം കുടുംബത്തിന്റെ ഇന്ന ശാഖയിൽ ഇത്രാം നമ്പർ വീട്ടിൽ മാതാപിതാക്കന്മാർക്ക് ജനിച്ചിട്ട് അത് പോരാഞ്ഞിട്ടല്ലേ വേറൊരു ജന്മം ഈ മാമോദിസ തൊട്ടി തന്നത്, അല്ലേ? അതല്ലോ. ഇപ്പൊ നമ്മൾ ആഠ്യത്വത്തോടെ ജനിച്ച കുടുംബത്തിൽ അത് ദൈവരാജ്യ പദ്ധതിക്ക് പോരാത്ത കൊണ്ടാണല്ലോ ഈ സഭയുടെ മാമോദിസ തൊട്ടിൽ വേറൊരു ജന്മം തന്നത്. ആ ജനിച്ച ജന്മം കൊണ്ട് സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ വരാമായിരുന്നെങ്കിൽ പിന്നെ ഇവിടുത്തെ ജന്മത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഉണ്ടോ? ആഠ്യത്വമുള്ള ഈ പറയുന്ന പകലോമറ്റത്തിന്റെ അല്ലെ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചിന്റെ ആഠ്യത്വമുള്ള കുടുംബത്തിൽ ജനിച്ച മാതാപിതാക്കന്മാർ തന്നെയാണ് ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്തുവാ, മക്കളെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല, വേറൊരു ജന്മം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് 2 മാസം തികയുന്നതിന് മുമ്പോട് മാമോദിസ തൊട്ടി കൊണ്ട് മാമോദിസ മുക്കിയത്. അങ്ങനെ മാമോദിസ മുക്കി പുതിയൊരു കുടുംബത്തിന്റെ അംഗമാക്കി. ആ പുതിയ കുടുംബം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ്. അതിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവയവങ്ങളാക്കി മാറ്റിയപ്പോഴും ഇപ്പോഴും കയ്യിലെ വിരലും കാലിന്റെ 2 വിരലും മൂക്കും ചെവി എല്ലാം കൂടെ പറയാം ഞങ്ങളൊരു കുടുംബമാണ്. ഇപ്പോഴും മാറി നിന്ന് പറയാം ഞങ്ങൾ വേറൊരു കുടുംബമാണ്. എന്നാ അർത്ഥമുള്ളേ? മാർത്തോമാ സഭയിലെ ഫീലിക്സിനോസ് തിരുമേനി മല്ലപ്പള്ളി കൺവെൻഷൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പത്രത്തിൽ ഞാൻ വായിച്ചതാണ്, തുരുത്തുകൾ സൃഷ്ടിക്കുന്ന കുടുംബയോഗങ്ങളെക്കാൾ എല്ലാവരെയും ഐക്യപ്പെടുന്ന ആരാധനയാണ് അനിവാര്യമാണ്. എല്ലാവരെയും ഐക്യപ്പെടുത്തുന്ന ആരാധനയാണ് അനിവാര്യം. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവത്തിനപ്പുറം എന്ത് അഭിമാനിക്കാൻ നിനക്കുണ്ട്? ക്രിസ്തു ശരീരത്തിലെ അവയവം എന്ന് പറയുന്നതിനപ്പുറം നിനക്ക് എന്ത് ആഠ്യതമുണ്ട്? അല്ലെ ക്രിസ്തു ശരീരത്തിലെ മറ്റൊരവയവത്തിന് നിനേക്കാൾ എന്ത് കുറവുണ്ട്? എന്തിനാ നമ്മളിതൊക്കെ പൊക്കിപ്പിടിച്ചു നടക്കുന്നേ? ജീവിത സാക്ഷ്യം ഉയർത്താൻ കഴിയാതെ വരുമ്പോ മറ്റു പലതും ഉയർത്തിപ്പിടിക്കേണ്ടി വരും. അതാ കാര്യം. ജീവിത സാക്ഷ്യം ഉയർത്തിപ്പിടിക്കാൻ പരാജയപ്പെടുന്നിടത്ത് മറ്റു പലതും ഉയർത്തിപ്പിടിക്കേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുകൊണ്ടാണ് മശിഹാ തമ്പുരാൻ
യഹൂദ സമുദായത്തില് പല വിധത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, അങ്ങനെ കുറെ കൂട്ടരുണ്ടായിരുന്നു. അതിൽ കുലീനത പ്രാപിക്കുന്നവനായിട്ടല്ല അവൻ ജനിച്ചത്. യഹൂദന്മാരുടെ രാജാവായി വന്നവൻ തച്ചന്റെ മകനായി പിറന്നു. കൂടെ നിൽക്കുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരുന്നു, ഇവൻ തച്ചന്റെ മകനില്ലേ എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അവർക്കൊരു സുഖമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ നോക്കിയിട്ട് കർത്താവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മളോളം ഒന്നും ഇവനില്ല, ഇവൻ തച്ചന്റെ മകനാണ്, തച്ചന്റെ മകനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സുഖമായിരുന്നു. ഇപ്പോഴും നമുക്ക് പലരെയും അങ്ങനെ ചെറുതാക്കി കാണിക്കുന്ന ഒരു സുഖമുള്ള കൂട്ടത്തില്ല. കാരണം ജീവിക്കാൻ കഴിയാതെ വരുന്ന മനുഷ്യന്റെ ഒരു ദർശനമാണ് സകല പരിധിയും ലംഘിച്ച് വീട് വെക്കുക, 3-4 വീടുകൾക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വീട് വെക്കുക. നമ്മൾ തിരിച്ചറിയേണ്ട, ഈ സമൂഹത്തിൽ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിന്ന് പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്. ഇന്ധനത്തിന്റെ വില കൂടുന്നതുകൊണ്ട് മാത്രമല്ല ലോകത്തിൽ സാധനങ്ങളുടെ വില കൂടുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെ വില കൂടുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ദർശനമില്ലായകൊണ്ട് ഈ സമൂഹത്തിൽ ധാരാളം കാര്യങ്ങൾക്ക് ഇന്ന് വില കൂടുന്നു. ഒരു വീടിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് വീട് വെക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ളവൻ 4-5 വീടുകളുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് വീട് വെക്കുമ്പോൾ വേറെ 4 പേർക്ക് വീട് വെക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയും ഈ സാധനങ്ങളുടെ വില കൂടാൻ അവൻ കാരണക്കാരനായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഈ തലമുറയ്ക്കും ഈ സഭയ്ക്കും ശാപമാണ്. സംശയിക്കണ്ട. എന്തിനാ അവൻ ഇത്ര വലിയ വീട് വെക്കുന്നേ? എന്നാ കാര്യത്തിനാ? അങ്ങനെ വെച്ച് പരിമളത്തിനും വേണ്ട കവറിൽ വന്ന് കമന്ന് കിടന്നാ മതിയോ? വേറെ 4 പേർക്കൂടെ വീട് വെക്കാനുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ലൊരു വീട് വെച്ച് ഇതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹിമ. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ സ്വപ്ന വീടെന്നാ പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദർശനമാണ് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത്. ഇവിടുത്തെ വീടിനെ കുറിച്ച് എല്ലാവർക്കും ദർശനമുണ്ട്, മേളത്തെ വീടിനെ കുറിച്ച് ആർക്കും യാതൊരു ചിന്തയില്ല. ഈ സ്വപ്ന വീടിനെ കുറിച്ച് എല്ലാവർക്കും നല്ല ചിന്തയാണ്. പക്ഷെ ഉയരങ്ങളിലൊരു വീടുണ്ട് എന്നതിനെ കുറിച്ച്, ജീവിക്കുമ്പോഴും ഉയരത്തിലെ ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വീട്ടിൽ മാത്രമേ ഒരുവൻ ജീവിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. സകല ആർഭാടങ്ങളോടും കൂടി ഇവിടെ ഒരു വീട്ടിൽ ജീവിച്ചാൽ ഉയരത്തിലെ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ അവന് കഴിയാതെ പോകും. അതുകൊണ്ട് ഉയരത്തിലെ ഒരു വീടിനെ കുറിച്ച്, ഒരു ഭവനത്തെ കുറിച്ച്, ദൈവരാജ്യ അനുഭവത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വീട്ടിൽ താമസിക്കാൻ മാത്രമേ ദൈവം ഒരുവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ ഒരു ദർശനം ഈ തലമുറയിൽ ഉണ്ടാ. കാരണം ക്രൂശിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണം. ക്രൂശിന്റെ വചനമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമെങ്കിൽ ഈ കുരിശിന്റെ വചനം നമ്മുടെ രക്ഷയുടെ ദൈവശക്തിയാണ്. അതിൽ ജീവിക്കാനായിട്ട് കഴിയണം. നമ്മൾ പറയുന്ന കുലീനത കൊണ്ടൊന്നും ഈ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ കാണാൻ കഴിയില്ല. കുരിശിന്റെ സന്ദേശം നൽകുന്ന രക്ഷയുടെ ശക്തിയെങ്കിലേക്ക് നടന്നെടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നത് മാത്രമാണ് ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞുമറിയാതെ ഈ സമൂഹത്തിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. 40 ഏക്കർ കയ്യിലുള്ള ഓർത്തഡോക്സ് അയലോക്കത്ത് കിടക്കുന്ന 10 ഏക്കറുടെ ഒരു മനസാക്ഷിയില്ലാതെ ഇങ്ങ് മേടിക്കുക. അവനും വന്ന് കമന്ന് കിടക്കുക അവിടെ പരിമളത്തിന് വേണ്ടി. ഒരു മനസാക്ഷിയില്ലാതെ അതേസമയത്ത് ഓർത്തഡോക്സുകാരനും അല്ലാത്തവനുമായി പഞ്ചായത്തിൽ നിന്നോ സഭയിൽ നിന്നോ 4 സെന്റ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഓഫർ കിട്ടിയാൽ 4 സെന്റ് സ്ഥലം കാണിക്കാനില്ലാത്ത പരമദരിദ്രവാസികൾ ഈ സമൂഹത്തിൽ കിടക്കുക. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരുവന് 4 സെന്റ് വീട് സ്വന്തമായിട്ട് മേടിച്ച്, 4 സെന്റ് സ്ഥലം സ്വന്തമായിട്ട് മേടിച്ചൊരു വീട് വെക്കാൻ പറ്റുമോ? ഏറെ ആക്രാന്തത്തോടെ ജീവിക്കുന്ന സഭാമക്കൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയായിരുന്നു. ജീവിത സാക്ഷ്യം അവതരിപ്പിക്കാനില്ലാതെ പോകുമ്പോ പിടിച്ചടക്കിയിരിക്കുന്ന എസ്റ്റേറ്റും വെച്ചുകൂട്ടിയ വീടുകളും ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ജീവിതം. സമൂഹം അഭിമാനിക്കും, കാണുമ്പോൾ നമ്മളെ മാനിക്കും. പക്ഷെ ഇത് കണ്ടും വെച്ച് ക്രിസ്തു സന്നിധിയിൽ, ദൈവസന്നിധിയിൽ അഭിമാനത്തോടെ നിൽക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ പരിമളത്തിന് വേണ്ടി അവന്റെ മുഖത്ത് നോക്കി പറയുന്നു, ദൈവ വിഷയമായി സമ്പന്നനാകാത്ത നീ ഭോഷനാണ്. ദൈവ വിഷയമായി സമ്പന്നനാകാൻ കഴിയാത്ത നീ ഭോഷനാണ് എന്ന് കർത്താവിനോട് കൂടെ, കർത്താവ് ഒരിക്കൽ ഒരുത്തനോട് പറഞ്ഞതാ. എന്തുവാ? ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ വിളഞ്ഞ്
ഇഷ്ടം പോലെ ആയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ കളപ്പുര പൊളിക്കും, പുതിയത് പണിയും, കൂട്ടിവെക്കും, തലമുറകളോളം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ അതേ കാര്യം നമ്മിൽ പലരെയും നോക്കി പരിമളത്തിന് വേണ്ടി പറയുക, നീ ഒരു ഭോഷനാണ്, രക്ഷപ്പെടാൻ പ്രയാസമാണ്. എന്നാ കാര്യം? ക്രൂശിന്റെ വചനം ഒരു വിഷയമല്ല. ഏറെ ഉണ്ട് എന്ന് പറയുന്ന ഉള്ള അവസ്ഥയെക്കുറിച്ച് പരാമർശിക്കാനാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. ഉണ്ട് എന്ന് പറയുന്നതിനെ പരാമർശിക്കാനായി നീ ശ്രമിക്കുമ്പോ ഉള്ളതിനെ ലജ്ജിപ്പിക്കുവാനായി കടന്നു വന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം തന്നെ നിന്നിൽ നിന്ന് മായുകയാണ്. ആ ഒരു ദൈവസങ്കല്പത്തിലേക്ക് നമ്മുടെ ജീവിതദർശനം നടന്നെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രൂശിന്റെ വചനം സ്വയമായി ലോകത്തിന്റെ ഭോഷത്വം നിറഞ്ഞൊരു ക്രിസ്തുവിന്റെ ദർശനമാണ്. ശക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന് മുമ്പിൽ സ്വയമായി ബലഹീനാക്കപ്പെട്ട് സർവ്വലോകത്തെയും തങ്ങളിലേക്ക് ആകർഷിച്ച ഒരു ക്രിസ്തുവിന്റെ ദർശനമാണ്. കുലീനരായി ജീവിക്കുന്ന ഒരു ലോകത്തിൽ, കുലീനതയുടെ ഒരു ലോകത്തിൽ കുലഹീനായി, നികൃഷ്ടനായി, ഏതുമില്ലാത്തവനായി ജീവിച്ച ഒരു ക്രിസ്തുവിന്റെ ദർശനത്തിന്റെ വിഷയമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട ഒരു പിതാവിന്റെ മധ്യസ്ഥതയിലാണ് ഈ ദൈവാലയത്തിൽ നമ്മൾ അടുത്തു വരുന്നത്. ആ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ ജീവിതത്തിൽ അനുഗ്രഹകരമായി തീരണമെങ്കിൽ അദ്ദേഹം കാണിച്ച ഒരു ക്രിസ്തു ദർശനത്തിലേക്ക് നമ്മുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയാണ്. ആ ഒരു നല്ല ദർശനത്തെ പ്രാപിക്കുവാൻ ഈ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമാകട്ടെ. ദൈവകൃപ നമുക്ക് നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകൾ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകും നിങ്ങൾ കേട്ടു. ഈ ക്രൂശിന്റെ വചനം ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഞങ്ങൾ മനുഷ്യാവതാരം ചെയ്ത് നിന്റെ ദർശനത്തിൽ നേരെ അകലെയാകുന്നുവെന്ന് സമ്മതിക്കുന്നു. അത് ഞങ്ങളുടെ സ്വാർത്ഥതയാകുന്നതിൽ സമ്മതിക്കുന്നു. ജീവിതത്തിന്റെ സ്വാർത്ഥതയിലൂടെ കുരിശിന്റെ അർത്ഥത്തെ നിരർത്ഥകമാക്കുന്നവരാകുന്ന ഞങ്ങൾ സമ്മതിക്കുന്നു. പരിശുദ്ധ പരിമളത്തിന്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ തിരുസനയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ട്, ക്രിസ്തുവിന്റെ മനസ്സുൾക്കൊണ്ട് തന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഈ പരിശുദ്ധ പിതാവിനെ പോലെ ലോകത്തിൽ ഭോഷത്വമായുള്ളതിനെ, ലോകത്തിൽ ബലഹീനമായുള്ളതിനെ, ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുവാനും, അങ്ങനെ ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവരുടെ ശക്തിയാകുന്നുവെങ്കിൽ അതിൽ ആശ്രയിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ. ഈ വർഷത്തെ പെരുന്നാൾ കൂടിവരവുകൾ ഏറ്റവും അനുഗ്രഹമാകണമേ. ഈ നല്ല ദർശനം പ്രാപിക്കുവാൻ ഞങ്ങളവരെയും ശക്തീകരിക്കണമേ. ഈ വർഷത്തെ പെരുന്നാൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആ ദൈവികമായ മാർഗത്തെ കണ്ടെത്തുവാനും ഈ പരിശുദ്ധ പിതാവിന്റെ ജീവിതദർശനത്തെ ഉൾക്കൊള്ളുവാനും സഹായിക്കണമേ. കാലങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ ജനിച്ച്, ഈ സഭയിൽ ജീവിച്ച് ക്രിസ്തു ദർശനം തന്റെ ജീവിതത്തിന്റെ സൗലസവുമാക്കി മാറ്റിയ പിതാവിനെ പോലെ ദൈവരാജ്യ പദ്ധതിയുടെ നല്ല ദർശനത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. വേദനപ്പെടുന്നവർക്ക് ഈ പിതാവിന്റെ മധ്യസ്ഥയാൽ സൗഖ്യമാകണമേ. മനോവേദന അനുഭവിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനായിരിക്കണമേ. അനേകം പേരുടെ വേദനകളെ ചുമന്ന കർത്താവേ, ഇന്നും അവിടുന്ന് ഞങ്ങളുടെ വേദനകളെ ചുമക്കുകയും ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾക്കൊടുന്ന് പരിഹാരമായിരിക്കുകയും ചെയ്ത് നിങ്ങൾ അറിയുന്നു. ഏറെ വേദനയോടുകൂടെ ഈ പിതാവിന്റെ മധ്യസ്ഥയിൽ തിരുസലെടുത്തു വരുന്ന എല്ലാവർക്കും അവിടുന്ന് സ്വാന്തനവും സമാധാനവുമായിരിക്കണമേ. എല്ലാ നന്മയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. ഈ സഭയോട് നിനക്ക് കരുണ തോന്നണമേ.
പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. വൈദികരെ ശക്തീകരിക്കണമേ. ശമ്മാശന്മാരെ വെണ്മയുള്ളവരാക്കണമേ. സന്യാസ സമൂഹത്തെ മുഴുവനായി അനുഗ്രഹിക്കണമേ. സുവിശേഷകരെ വാഴ്ത്തണമേ. ജനത്തെ മുഴുവനായി അവിടുന്ന് ദൈവിക ബോധ്യത്തോടെ നയിക്കണമേ. ഈ ഭാരതത്തിൽ ദൈവിക ദർശനം അനുഗ്രഹകരമായി നൽകുവാൻ ഈ സഭ അവിടുന്ന് സഹായിക്കണമേ. ഈ സഭ്യത്തിന്റെ പ്രതികൂലതകളെ അതിജീവിച്ച് നിനക്കായി നിലനിൽക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ വിശ്രമിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇടപെടാ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ.